വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ. സുഹൃത്തുക്കളെ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അധികാരത്തിലേറുമ്പോൾ ജാതിവാല് ഒപ്പം വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം അധികാരത്തിലേറി. ഇങ്ങനെ പറയുമ്പോൾ തനിക്കൊന്നു വേറെ പണിയില്ലടാ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് ഇദ്ദേഹം ഒരു തവണ നമ്മുടെ നിയമസഭയിൽ MLA ആയിട്ട് അധികാരത്തിലേറുമ്പോൾ ഇദ്ദേഹം എന്തു പറഞ്ഞു എന്നുകൂടി നിങ്ങൾ കേട്ടിട്ട് എന്നെ തെറി വിളിച്ചാൽ മതിയെന്നേ. അല്ലാതെ നിങ്ങൾ എന്നെ തെറി വിളിക്കണ്ട. കേൾക്ക്. സതീശൻ എന്ന ഞാൻ കഴിഞ്ഞ് വാങ്ങിച്ച ഒന്നുകൂടെ കേൾപ്പിച്ചാരാ. സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി കണ്ടില്ലേ? സതീശൻ എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ആ ഒരു സത്യപ്രതിജ്ഞ അദ്ദേഹം ചെല്ലുന്ന സമയത്ത് അദ്ദേഹം അവിടെ സതീശൻ മാത്രമായിരിക്കുകയും ഇതാ നമ്മുടെ കേരളത്തിന്റെ, അതും ജാതിയെ അത്തരം പരിഗണിക്കാൻ ഒട്ടും പാടില്ല എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ഈ കേരളത്തില് ജാതി സമവാക്യങ്ങളെ പൊളിച്ചെഴുതണം, പുരോഗമന ചിന്താഗതി വേണം എന്ന് ചിന്തിക്കുന്ന ഈ ഒരു കേരളത്തില് എല്ലാത്തരം ജാതി മതിലുകളെയും പൊട്ടിച്ചു കളയണം എന്ന് ജനങ്ങൾ മുഴുവൻ ചിന്തിക്കുന്ന ഈ കേരളത്തിൽ അധികാരത്തിൽ കയറുമ്പോൾ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആ ഒരു മുഖ്യമന്ത്രിക്ക് സതീശൻ എന്ന് മാത്രം പറയാൻ തോന്നാതിരുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സതീശൻ എന്നതിന് പകരമായിട്ട് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്ന് കൃത്യമായിട്ടും ഞാനൊരു മേനോനാണ് ഇട്ട കുട്ടികളെ, ഞാനൊരു മേനോനാണ് എന്ന് പറയാൻ തോന്നാൻ കാരണം എന്താണ്? വേണമെങ്കിൽ നമുക്ക് ഇതിനിങ്ങനെ വ്യാഖ്യാനിക്കാം. കഴിഞ്ഞ 10 വർഷം നമ്മുടെ കേരളം ഭരിച്ചത് ഒരു ചെത്തുകാരൻ കോരന്റെ മകനാണ്, ഒരു ചെത്തുകാരന്റെ മകനാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ താഴ്ന്ന ജാതിക്കാരെന്ന് പറയാം, പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ ഭരണത്തില് ഒരുപക്ഷെ പിണറായി വിജയനാണ് ഭരിക്കുന്നത്, ഒരു താഴ്ന്ന ജാതിക്കാരാണ് ഭരിക്കുന്നത് എന്ന വിഷമവുമായി നടക്കുന്ന ഒരുപാട് ഉയർന്ന ചിന്താഗതി ആൾക്കാർ ഇപ്പോഴും കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സഖാവ് പിണറായി വിജയനെ നിങ്ങളൊരു താഴ്ന്ന ജാതിക്കാരനാണ്, നിങ്ങളൊരു തെങ്ങേറ്റക്കാരന്റെ മകനാണ്, നിങ്ങളൊരു തെങ്ങേറ്റക്കാരന്റെ മകനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ഓർമ്മിപ്പിക്കുന്നത്. അവസാനം മറുപടി പറയേണ്ടി വന്നു പിണറായി വിജയന്. ശരിയാണ്, ഞാൻ തെങ്ങുകയറ്റക്കാരൻ ഒരു തൊഴിലാളിയുടെ മകനാണ്, അതേ തൊഴിൽ തന്നെ ഞാനും ചെയ്യണമെന്നുള്ള നിങ്ങളുടെ ചിന്താഗതി ഉണ്ടല്ലോ, അത് 4 മടക്കി പോക്കറ്റിട്ടാൽ മതി. ജാതി തൊഴിലുകൾ തന്നെ ചെയ്യുക എന്ന് പറയുന്ന പരിപാടി നടക്കുന്ന പരിപാടിയല്ല. അത്തരം ജാതി ചിന്തൊന്നും എടുത്തിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് അവസാനം സഖാവ് പിണറായി വിജയന് പറയേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസ്സുകാരാണ്. അദ്ദേഹം ഇപ്പോഴൊരു പോസ്റ്റ് ഇട്ടുണ്ട്. സോറി സതീശൻ ചേട്ടാ, അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ജിൻഡോ ജോണിന്റെ ഒരു പണിയാണ് ഇനി അതിനുള്ളത്. എവിടെ അത്? യെസ്, ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വലിയ രീതിയിൽ ഒരു സോഷ്യൽ മീഡിയ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അക്കാര്യത്തിൽ എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജിൻഡോ ജോൺ അദ്ദേഹം കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസ് വക്താവാണ്, കോൺഗ്രസിന് വേണ്ടി ചാനലിൽ വന്നിരുന്നിട്ട് ഘോരഘോരം ന്യായീകരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: തേക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല, ജിൻഡോ ജോൺ അത് മതി, അങ്ങനെ അറിയപ്പെട്ടാൽ മതി. അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി. പഞ്ച് ഇത്തിരി കുറഞ്ഞാലും ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് കുറെ കൂടി ഇൻക്ലൂസീവ്. എത്ര ബോധ്യമാണ്! സതീശനിട്ടുള്ള പണി പാളയത്തിൽ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുള്ള പണി സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ കിട്ടുന്നു. ഇൻക്ലൂസീവ് ആകണമെങ്കിൽ, എക്സ്ക്ലൂസീവ് അല്ല കേട്ടോ, ഇൻക്ലൂസീവ് ആകണമെങ്കിൽ ജാതിവാല് ചുമക്കരുത്. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കയറുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ജാതിവാല് ചുമന്നു പോയത് എന്നാലോചിക്ക്. പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ജാതി പേര് എന്താ എനിക്ക് അറിയില്ല കേട്ടോ, അതൊക്കെ നമ്മുടെ പ്രശ്നം. അതെന്തായിരുന്നു ചേടാ. എന്തായാലും പിണറായി വിജയൻ ഡാഷ് ജാതി പേര് എന്ന ഞാൻ എന്നൊരിക്കലും സഖാവ് പിണറായി വിജയൻ പ്രതിജ്ഞ ചെയ്ത് കയറില്ല. ജാതിയില്ലാത്ത, ജാതി ബോധമില്ലാത്ത ഒരു നാടാണ് കേരളത്തിൽ വേണ്ടതെന്നുള്ള ഉറച്ച ബോധ്യം പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവിന് മാത്രമല്ല സഖാക്കൾക്ക് മുഴുവൻ ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി ഇദ്ദേഹത്തിന്റെ വരികളൊന്നുകൂടി ഞാൻ വായിക്കുകയാണ്. എന്റെ രാഷ്ട്രീയം എന്റെ ബോധ്യങ്ങൾ കൂടിയാണ്. ഒരൽപ്പം ലെഫ്റ്റ് ആയൊരു കോൺഗ്രസ് ബോധ്യം. എന്തൊരു ഗംഭീര ഭാഷയാണ്! ഒരൽപ്പം ലെഫ്റ്റ് ആയ ഒരു കോൺഗ്രസ് ബോധ്യം. കൃത്യമായിട്ട് ജിൻഡോ ജോൺ പറയുന്നത് ഒരല്പം ലെഫ്റ്റ് ആയാൽ മാത്രമാണ്
ഇത്തരത്തിലുള്ളൊരു ബോധ്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ജാതി വേണ്ട, മതം വേണ്ട, ജാതി ചിന്ത വേണ്ട, ജനങ്ങൾക്ക് മുമ്പിൽ ഏതെങ്കിലും എന്താ പറയാ നായരാണ് താനെന്നോ, താനൊരു തീയരാണെന്നോ, താനൊരു നമ്പൂതിരിയാണെന്നോ, താനൊരു മേനാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് വേണ്ട. എല്ലാ ജാതിക്കാരും തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജാതി നോക്കിയിട്ടുള്ള വോട്ടല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ക്രിസ്ത്യൻസ് വോട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് മാപ്പിളാർ വോട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് താഴ്ന്ന ജാതിക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്, പറയപ്പെടുന്ന ഉയർന്ന ജാതി എന്ന് പറയപ്പെടുന്ന ആൾക്കാര്, തീയര്, ഇങ്ങനെ എല്ലാ ജാതി മത സമൂഹങ്ങളും കറുപ്പും വെളുപ്പും നോക്കാതെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുമ്പോൾ, ജാതിക്കെതിരെ ശക്തമായിട്ട് പോരാടിയ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുമ്പോൾ എനിക്ക് ജാതി വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഒരു മാന്യമായ ഒരു നിലപാടായിരുന്നു. ആ നിലപാടിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിയിട്ടില്ലല്ലോ എന്നുള്ള സങ്കടം എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരോട് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊള്ളുന്നു. ഇനി ജിൻഡോ ജോണിന്റെ വാക്കുകളിലേക്ക്. നമ്മുടെ പേരിലാണ്, ആ പേര് എങ്ങനെയാണോ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഒരു പ്രത്യേക ഒരു സുപ്രഭാതത്തിൽ ചില മാറ്റങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ അത് എത്രത്തോളം മനസ്സിലാകണമെന്നില്ല. MLA ആയിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അങ്ങനെ ഒരു പേരില്ല. സാധാരണ VD സതീശന്റെ ഒരു ഫുൾ ഫോം മാത്രമേ ഉള്ളൂ. ഇന്നലെ പക്ഷേ ആ മേനോൻ കൂടി ഒരു സവർണ പേരോടി വരികയാണ്. അതിന്റെ ഒരു സാഹചര്യം എന്തായിരിക്കണം? എനിക്കറിയില്ല. അദ്ദേഹം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായിട്ടുള്ള ഒരു സാഹചര്യം, അത്രയും സ്വപ്നതുല്യമായ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിനെ ഓർത്തതിലൊന്നും ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. അത് അദ്ദേഹത്തിനെ വിശദീകരിക്കാൻ കഴിയും, എനിക്കറിയില്ല. പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി കേരളത്തിൽ ചർച്ച നടക്കും. കാരണം കേരളം ഇങ്ങനെ ഒരു കേരളമായി മാറിയത് ഇത്തരത്തിലുള്ള ജാതിവാലുകളൊക്കെ പൊട്ടിച്ചെറിയാൻ തയ്യാറായ ആളുകളുടെ സമരപാതയിലൂടെയാണ്. ചുമ്മാതൊന്നുമല്ല. കല്ലുമാല ധരിക്കുന്നതിനെതിരെ സമരം ചെയ്ത, മുലമറയ്ക്കാൻ വേണ്ടി സമരം ചെയ്ത, അടിമത്തം നിർത്തലാക്കാൻ വേണ്ടി സമരം ചെയ്ത, അങ്ങനെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, താമയാധികാരായ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നെല്ല് കൊയ്യാതെ സമരം ചെയ്ത, പട്ടിണി കിടക്കേണ്ടി വന്ന ആയിരക്കണക്കിന് ആളുകളുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ജാതി ഇല്ലാത്തൊരു കേരളത്തിലേക്ക് നമ്മൾ എത്തിയെന്ന് പറയാം. ജാതി ഓപ്പൺ ആയിട്ട് പറയാത്തൊരു കേരളത്തിലേക്ക്. അങ്ങനെയുള്ളൊരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ കയറുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ജാതിയെങ്കിലും ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ചില ആളുകൾക്കൊക്കെ ബോധ്യം വന്നു തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴിതാ ഒരല്പം ലെഫ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജിൻഡോ ജോൺ പ്രതികരിച്ചിരിക്കുന്നത്. ബാക്കി കേൾക്കണം. വലിയൊരു വാദപ്രതിവാദങ്ങളുണ്ട്. അതായത് അത് അത്തരം നിലപാടുകൾ ജാതിവാദികൾ ഉപയോഗിക്കുന്നത് ശരിയാണെന്നുള്ള സംഘപരിവാർ പരിപ്രേക്ഷ്യം വരുന്നു, നേരെ തിരിച്ചുള്ളത് വരുന്നു. അവിടെ ഒരു കുറെ കൂടി സെൻട്രൽ ലെഫ്റ്റ് പൊസിഷൻ എടുക്കുന്ന കോൺഗ്രസിന്റെ ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ ഇങ്ങനെയാണെന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. കൊള്ളാം. ഇത് ഈ ഒരു പേര് വെച്ചുകൊണ്ട് എന്താണോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ജാതി പേര് വെച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ മതത്തിന്റെ പേര് വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചിന്താഗതിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ കേരളത്തിലുണ്ട്. അത് BJP ആണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു ജാതിപ്പേര് വെക്കുന്നത് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഇപ്പൊ സമൂഹം ചോദിക്കുന്നത്. BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? കാരണം ഈ ഒരു ജാതിപ്പേര് വെച്ചോട് കൂടിയിട്ട് BJPക്കാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കൊള്ളാം, സതീശൻ അവന്റെ ജാതി പറഞ്ഞ് മുന്നേറി തുടങ്ങി, ഈസ് എ ഗുഡ് മാൻ എന്ന് BJPക്കാർക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ടാണോ? മലബാർ ലേബലിലേക്ക്, മുസ്ലിം ലീഗ് ലേബലിലേക്ക് അദ്ദേഹത്തെ ചുരുക്കാൻ പല ശ്രമങ്ങൾ നടക്കുന്നതിന് അതിനൊപ്പം തന്നെ NSS ജനറൽ സെക്രട്ടറിക്ക് ഒരു മറുപടി കൂടിയാണെന്നൊരു വാക്യം കൂടി ഉണ്ടല്ലോ. അല്ല, നിങ്ങളൊന്നും വിചാരിക്കും ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞല്ല. പൊതുവിൽ ഇത്തരം വിഷയത്തിലുള്ള എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. മുൻപ് ഇത് തന്നെയാണ് അഭിപ്രായം. ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. പിന്നെ ഏത് സാമുദായിക നേതാവിന്റെ മുമ്പിലും വിയോജിപ്പ് പറയാൻ VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ പേര് പറഞ്ഞാൽ മതി. VD സതീശൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സാമുദായിക നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാകും. കാരണം ബോധ്യമാവേണ്ടതായിരുന്നു എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിൻഡോ ജോൺ. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ബോധ്യമായിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സങ്കടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനത്തെ ഒക്കെ ഒരു വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എങ്കിലും ഈ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ഒരു സാംസ്കാരിക സങ്കടം. പണ്ട് ഗാർഹിക ഗദ്ഗതമെന്ന് ഒരു വലിയ മനുഷ്യൻ വേറൊരു വലിയ മനുഷ്യനെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു ഇന്റർവ്യൂ ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് അത് ആരാണ് ചോദ്യം ചെയ്യുന്ന വല്ല ഓർമ്മയുണ്ടെങ്കിലും കമന്റ് ചെയ്യട്ടോ. വളരെ റെയറായിട്ടേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഗാർഹിക ഗദ്ഗതം ഒരു ഇതിനിടയ്ക്ക് ഒരു സംഗതിയോട് പറഞ്ഞു കേട്ടോ, എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്. ഈ ഗാർഹിക ഗദ്ഗതം എന്ന വാക്കിന്റെ അർത്ഥം കിട്ടുമെങ്കിൽ അതുകൂടി ഒന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും. എനിക്കറിയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? ഒരു രസമുള്ളൊരു വാക്കാണ്.
അതാരോടാണ് ചോദിച്ചതെന്ന് കൂടി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. എന്തായാലും ഇനി ഒന്നുകൂടി ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. ആരോടാണോ ചോദ്യം ചോദിച്ച് ആ മഹത് വ്യക്തിയെ എന്താ പറയുക സാഗര ഗർജനമെന്നാണ് വൈക്കമുത്ത് ബഷീർ വിളിച്ചത്. ശരി, അതുവരെ ഇപ്പം തന്നെ എല്ലാവർക്കും കിട്ടിയിരിക്കും. ശരി, എന്തായാലും ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ എന്താ പറയുക ഇത്തരത്തിലുള്ള ജാതീയമായിട്ടുള്ള സംഗതികളൊക്കെ ഒഴിവാക്കേണ്ട സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരം ജാതി ചിന്തകൾ കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ ഇത്തരം ഇതൊക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് തോന്നിപ്പോകുന്നത്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സംഗതിയൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ബൈ, ഒപ്പം ഉണ്ടാവണേ.